എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ന്യൂസസ് അല്ലെ ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഡിസ്ഇൻഫർമേഷൻ, ആൻഡ് സൈബർ ചക്രവ്യൂഹം. ഇത് എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ട് സയൻസ് ആൻഡ് ടെക് പരമായിട്ട് വന്ന ഒരു എഡിറ്റോറിയലാണ്. നിങ്ങൾക്കത് കുറേ ആഡ് ഓൺ പോയിൻറ്റ്സ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് എന്ന നിലയിലൊക്കെ ടെക് പരമായിട്ട് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇതിനകത്തെ കണ്ടൻറ്റ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് കോർട്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ്. ഇത് ജുഡീഷ്യറി അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. GS2 പൊളിറ്റി ജുഡീഷ്യറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ള ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബോഡിനെ പറ്റിയാണ്. ഇത് ഓസ്ട്രേലിയ, US, UK സൈൻ ന്യൂക്ലിയർ ട്രാൻസ്ഫർ ഡീൽ ഫോർ ഓക്കസ് സബ്മറൈൻ. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഓക്കസ് എന്ന് പറയുന്ന ഒരു 2 years അല്ലെങ്കിൽ 1.5 years മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അത് ഇനിയും ന്യൂസിൽ വരും. അപ്പം ഓക്കസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓസ്ട്രേലിയ, US ആൻഡ് UK ഒക്കെ പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ്. അത് ബോഡി എന്ന് പറയാൻ പറ്റില്ല, ഒരു അഗ്രിമെൻറ്റ് പോലത്തെ ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പിംഗ് എന്ന് വേണം നമുക്ക് പറയാം. അത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആയിട്ട് വരും. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ആ ന്യൂസ് നോക്കുമ്പോൾ പറഞ്ഞു പോവാം. ഓക്കെ, 26 ഫ്രം അഫ്ഗാനിസ്ഥാൻ ഗ്രാൻഡഡ് സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അണ്ടർ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, അത് GS2 പൊളിറ്റി സിറ്റിസൺഷിപ്പ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ന്യൂസാണ്. ഇത് നമ്മൾ പ്യൂർലി മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുമ്പോഴേക്കും ഡിസ്ഇൻഫർമേഷൻ, ആൻഡ് സൈബർ ചക്രവ്യൂഹം. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ വർഷം കുറേ ടെക് പരമായിട്ട് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കുറേ ത്രെറ്റുകളും കാര്യങ്ങളൊക്കെ വന്ന ഒരു ടൈമാണ്. അപ്പം ഈ ചാലഞ്ചസിൽ എസ്പെഷ്യലി ഓൺഗോയിങ് യുക്രൈൻ റഷ്യ വാറിലൊക്കെ സൈബർ വാർഫെയർ ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഡ്രോൺസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർഫെയർ, ഒരു മോർ അഡ്വാൻസ്ഡ് വാർഫെയർ സിസ്റ്റം അല്ലെങ്കിൽ സൈബർ വാർഫെയറിലോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു കറണ്ട് കേസ് സിനാരിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഡെവലപ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി എങ്ങനെയാണ് എൻഷുർ ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ആഡ് ഓൺ, നിങ്ങൾക്ക് ഒരു ഡേറ്റാ വൈസ് ആണെങ്കിലും നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിനെ എൻറിച്ച് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം, ഈ ഒരു എഡിറ്റോറിയൽ. ഓക്കെ, കോൺടെക്സ്റ്റ് ആൻഡ് കറണ്ട് സിനാരിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ് ഡിജിറ്റൽ ത്രെഡ്സ്. ഈസ് റോൾ ഇൻ ജനറേറ്റിംഗ് ഡിസിമേറ്റിംഗ് ഫോൾസ് ഇൻഫർമേഷൻ. നമുക്കറിയാം വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഡിസ്റപ്ഷൻസീസ് കൊണ്ടുവരാനായിട്ട് ന്യൂസസിനൊക്കെ പറ്റും. അപ്പം ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ്, ദ പ്രൊലിഫറേഷൻ ഓഫ് ടൂൾസ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് ഹൈലി റിയലിസ്റ്റിക് ഡിജിറ്റൽ ഡേറ്റ പോസസ് സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് ടു ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ട് ബിറ്റ്വീൻ ഫിക്ഷൻ. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളാണ് UK റയോട്ട്സ് ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അതൊരു പെർട്ടിക്കുലർ എത്നിക് കമ്മ്യൂണിറ്റിയിൽ അല്ലെ റിലീജിയസ് കമ്മ്യൂണിറ്റീനെ ടാർഗറ്റ് ചെയ്ത് ന്യൂസസ് വന്നു, പക്ഷേ റിയൽ കൾപ്രിറ്റ് വേറൊരാളായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലൂടെ അവിടെ റയോട്ട്സ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഒക്കെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ആയിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാം നിങ്ങളുടെ ആൻസർ റൈറ്റിങ്ങിൽ. ഇങ്ങനെ ഫേക്ക് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് സോഷ്യൽ പീസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി കൺസേൺസ് എന്ന് പറയുമ്പോൾ സൈബർ അറ്റാക്സ് ഹാവ് ഇവോൾവ്ഡ് വിത്ത് എനേബിൾഡ് ഡിസ്റപ്ഷൻസ് ത്രെറ്റനിങ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എസെൻഷ്യൽ സർവീസസ് ഇൻക്ലൂഡിംഗ് പവർ ഗ്രിഡ്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. സച്ച് ഡിസ്റപ്ഷൻസ് കുഡ് ഹാവ് കാറ്റാസ്ട്രോഫിക് ഗ്ലോബൽ കോൺസിക്വൻസസ്. അപ്പം വാനക്രൈ റാൻസം വെയർ അറ്റാക്ക് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ റാൻസം വെയർ എന്ന് പറയുമ്പോൾ എന്താ? റാൻസം വെയർ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു പെർട്ടിക്കുലർ സിസ്റ്റം യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഒരു ഹാക്കർ എൻ്റെ സിസ്റ്റത്തിലുള്ള ഫയൽസ് എല്ലാം അവർ എടുത്തു വെക്കും അല്ലെങ്കിൽ ലോക്കാക്കും. എന്നിട്ട് ഈ ഫയൽസ് എനിക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ എൻ്റെ പേഴ്സണൽ ഡേറ്റ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, എൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കാം. ഇതെല്ലാം എനിക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ അവർ ഇത്ര എമൗണ്ട് റാൻസമായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെ അത്രയും പൈസ ചിലപ്പം ക്രിപ്റ്റോ കറൻസി ആയിട്ടായിരിക്കും. ആ പൈസ ഞാൻ അയച്ചു കൊടുത്താലേ അവരെനിക്ക് ഫയൽ തിരിച്ചു തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു എക്സാമ്പിളാണ്, റാൻസം വെയറിൻ്റെ എക്സാമ്പിളാണ് വാൻക്രൈ. ഓക്കെ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇൻ യുക്രൈൻ ഹാസ് ഹൈലൈറ്റഡ് ഹൗ സൈബർ വാർഫെയർ ആൻഡ് ഡിസ്ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ് സ്ട്രാറ്റജിക്കലി ടു ഇൻഫ്ലുവൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഡൊമസ്റ്റിക് stability. These tactics are becoming more prevalent, requiring a coordinated global response. അപ്പോൾ കീ ത്രെറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്നത്. യൂസ് ചെയ്തിട്ടാണെങ്കിലും ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ സൈബർ അറ്റാക്സ് ഓൺ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമുക്കറിയാം ചില കൺട്രീസിന്, എക്സാമ്പിൾ ചൈന, പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കൊക്കെ സൈബർ ആർമിയുണ്ട് ഇങ്ങനെയുള്ള ത്രെറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ദ ഇൻക്രീസിംഗ് ഫ്രീക്വൻസി ഓഫ് അറ്റാക്സ് ടാർഗറ്റിംഗ് പവർ സിസ്റ്റംസ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഡിമാൻഡ്സ് ഹൈറ്റൻഡ് വിജിലൻസ് ആൻഡ് ഇംപ്രൂവ്
cyber defenses. അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രോഡ്, അപ്പോൾ നമുക്ക് ഇത് കറണ്ട് കേസ് സിനാരിയോയിൽ ഒത്തിരി നടക്കുന്ന ഒരു സംഭവമാണ്. മിക്കവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്സ് ഹാക്ക് ആകുന്നു, അതിൽ നിന്ന് പൈസ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അപ്പം അതിലൂടെ ഫൈനാൻഷ്യൽ ലോസസ് ആൻഡ് ബ്രീച്ചസ് ഓഫ് സെക്യൂരിറ്റി നടക്കുന്നുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷനാണ് സ്റ്റീൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എൻഹാൻസ്ഡ് സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ്, ഗവൺമെൻറ്റ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് മസ്റ്റ് പ്രയോറിറ്റൈസ് സൈബർ സെക്യൂരിറ്റി by implementing robust defenses, including AI-driven threat detection systems. റെഗുലർ സെക്യൂരിറ്റി ഓഡിറ്റ്സ് വേണം, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റെസ്പോൺസ് സ്ട്രാറ്റജീസ് എൻഷുർ ചെയ്യണം. പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക്കിനെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ, ഇപ്പോൾ നമുക്കറിയാം പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ചിലപ്പം എന്താണ് പൈസ ചോദിച്ചൊക്കെ ആൾക്കാർ വരും. അപ്പോൾ അങ്ങനത്തെ സിനാരിയൊക്കെ വരുമ്പോഴേക്കും ഒരാൾക്ക് മനസ്സിലാകണം ഇത് ഈ ഒരു പ്രൊഫൈൽ ഫേക്കാണ്, ഡിമാൻഡ് ചെയ്യുന്നത് ഒരു തീഫാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം പബ്ലിക്കിന് ഇതിനുള്ള എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബോധം സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. സൈബർ ത്രെറ്റ്സ് ക്യാൻ എംപവർ ഇൻഡിവിജ്വൽസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് മിറ്റിഗേറ്റ് പൊട്ടൻഷ്യൽ ത്രെറ്റ്സ്. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അഡ്രസ്സിങ് ദീസ് ഗ്ലോബൽ ചാലഞ്ചസ് റിക്വയർസ് കൊളാബറേഷൻ ബിറ്റ്വീൻ നേഷൻസ് ടു ഷെയർ ഇൻ്റലിജൻസ്. അപ്പോൾ ഒരു നാഷണൽ അല്ലെ ഇൻ്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി ഗ്രിഡ് നിങ്ങൾക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഇതിനൊരു ആഡ് ഓൺ പോയിന്റ് അറിയാം, ഇൻ്റർനാഷണൽ സൈബർ സെക്യൂരിറ്റി ഗ്രിഡ് ഫോം ചെയ്യുക അല്ലേ. അപ്പോൾ അതിലൂടെ ഡേറ്റ ഷെയർ ചെയ്യാനായിട്ട്, ഇൻ്റലിജൻസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒക്കെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ സൈബർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിൽ, ആസ് ദ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് ഇവോൾവ്സ്, ദ ത്രെറ്റ്സ് പോസ്ഡ് ബൈ AI ആൻഡ് സൈബർ ആക്ടിവിറ്റീസ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ ഇൻ കോംപ്ലക്സിറ്റി ആൻഡ് സ്കെയിൽ. Proactive measures informed by a deep understanding of these challenges are essential to safeguard national security and ensure resilience of global systems. അപ്പോൾ സൈബർ ചക്രവ്യൂഹ് ഈസ് ആൻ ഇൻട്രിക്കേറ്റ് വെബ് ദാറ്റ് റിക്വയർസ് സ്ട്രാറ്റജിക് നാവിഗേഷൻ ടു പ്രൊട്ടക്ട് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ ഗ്ലോബൽ സ്റ്റെബിലിറ്റി. അപ്പം സൈബർ ചക്രവ്യൂഹം എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആൻസറിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻ്റർനാഷണൽ ഗ്രിഡ് ഫോർ സൈബർ സെക്യൂരിറ്റി, അതുപോലെ ഒരു ടേം, അതിനെ ഒരു നമുക്ക് കളക്റ്റീവ് ടേമായിട്ട് സൈബർ ചക്രവ്യൂഹം എന്ന് പറയാം, അത് കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചില കീവേഡ്സ് ഉണ്ട് ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും നമുക്കറിയാം വാസുദേവ കുടുംബകം, അത് നമ്മൾ IR പെർസ്പെക്റ്റീവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ്. അപ്പോൾ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോഴേക്കും അതിലൊരു പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് സൈബർ ചക്രവ്യൂഹം എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് കോട്ട് ആസ് കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതൊരു പൊളിറ്റി ന്യൂസാണ്. അപ്പോൾ പൊളിറ്റി ന്യൂസ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ആർട്ടിക്കിൾസ് കോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ജുഡീഷ്യൽ ഓവർസൈറ്റ് ആണ്. ദ സുപ്രീം കോർട്ട് റീഅഫേംഡ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ഇൻ അപ്ഹോൾഡിംഗ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ബൈ ഗ്രാൻഡിങ് മനീഷ് സിസോദിയ എന്ന് പറയുന്നത് അവിടുത്തെ ഡൽഹി മിനിസ്റ്ററാണ്. അപ്പം അവർക്ക് ബെയിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അതിൽ ആർട്ടിക്കിൾ 21 പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുവാണ്. ഇതൊരു പൊളിറ്റിക്കൽ ന്യൂസാണ് കേട്ടോ, പക്ഷേ അതിനകത്ത് നമുക്ക് ആഡഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും, എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാമെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ ആണ്. യൂസ് ഓഫ് സ്ട്രിക്റ്റ് ലോസ് സച്ച് ആസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് PMLA ഹാസ് റേസ് കൺസേൺസ് അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഫോർ മിസ്യൂസ് ആൻഡ് ഇമ്പാക്ട് ഓൺ personal liberties. The court scrutiny of these laws highlights the delicate balance between ensuring national security and protecting ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു PMLA ആക്ട് വരുമ്പോഴേക്കും അവിടെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ് വരുന്നത്, മണി ലോണ്ടറിങ് ആണ്. ഓക്കെ, പക്ഷേ അതേസമയത്ത് ചിലപ്പോൾ ഫേക്കായിട്ട് ഒരു ഡീഫേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഒപ്പോണൻറ്റിനെ ഡീഫേസ് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു കേസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുവാണ്. അതായത് നാഷണൽ സെക്യൂരിറ്റിയും വേണം, അതേസമയം എന്താണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ പ്രകാരം ഒരാളുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ ഇത് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ കോൺടെക്സ്റ്റ് ആൻഡ് കറണ്ട് സിനാരിയോ എന്ന് പറയുമ്പോഴേക്കും സെയിം സാധനം തന്നെയാണ്. അപ്പം കീ ഒബ്സർവേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൊലോങ്ഡ് ഡിറ്റൻഷൻ, അതായത് കോർട്ട് റെക്കഗ്നൈസ് ദ അഡ്വേഴ്സ് ഇമ്പാക്ട് ഓഫ് പ്രൊലോങ്ഡ് ഡിറ്റൻഷൻ വിതൗട്ട് trial. Okay, underscoring the need for a fair and speedy trial to uphold justice and prevent the abuse of legal provisions. ഓക്കെ, അപ്പോൾ ഇതിൽ ആർട്ടിക്കിൾ 21 അലൈൻഡ് ആയിട്ടാണ്. അതായത് ഒരു പേഴ്സൺ എന്താണ് അവരുടെ പേഴ്സണൽ ലിബർട്ടി അല്ലെങ്കിൽ റൈറ്റ് ടു ലൈഫിനെ ഡിപ്രൈവ് ചെയ്യുന്ന രീതിയിൽ എന്താണ് ഒരു ലോ അല്ലെങ്കിൽ പ്രൊസീജിയർ പോകാനായിട്ട് പാടില്ല. അപ്പം upholding presumption of innocence is crucial in ensuring fair trials. Court reiterated that excessive bail conditions and lengthy incarcerations contradict the principles of natural justice.
അപ്പോൾ എന്താണ് ഇങ്ങനൊരു കേസിൽ PMLA ആക്ടിലൊക്കെ വരുമ്പോഴേക്കും ബെയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഒരു ആൻറ്റി നാഷണൽ സെൻറ്റിമെൻ്റ് ഉള്ള ഒരു ആക്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ലോസിൽ പ്രോപ്പറായിട്ട് ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് ഒന്നും നടന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി വളരെ കാലം ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു പേഴ്സണൽ റൈറ്റ് ടു ലൈഫ് അല്ല ആർട്ടിക്കിൾ 21 പ്രകാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് ഒക്കെ അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജുഡീഷ്യൽ പ്രസിഡൻസ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് റൂളിംഗ് ഇൻക്ലൂഡിംഗ് വൺ ഇൻ ദ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേഴ്സസ് Zahur Ahmad Shah Wathali served as an important precedent in affirming the rights of individuals and the need for judicial intervention in cases of potential rights violations. These interventions are crucial for maintaining the sanctity of Article 14. Article 14 എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, എൻഷുർ ഇക്വാളിറ്റി ബിഫോർ ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗലായിട്ടുള്ള റിഫോംസ് വരണം. അതായത് എന്താണ്? പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ പോലത്തേനൊക്കെ അമെൻമെൻറ്റ് കൊണ്ടുവരിക. അതായത് അതിൻ്റെ മിസ്യൂസ് പ്രിവെൻറ്റ് ചെയ്യുക. എൻഷുർ ദേ അലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഓഫ് ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്. സ്ട്രെങ്തനിങ് ജുഡീഷ്യൽ പ്രോസസ്സാണ്. ഇംപ്ലിമെൻറ്റിംഗ് മെഷേഴ്സ് ടു എക്സ്പെഡിറ്റ് ലീഗൽ പ്രൊസീഡിങ്സ് ആൻഡ് റെഡ്യൂസ് പെൻഡൻസി. നമുക്കറിയാം ജുഡീഷ്യറീനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ പെൻഡിങ് കേസസ് ഉണ്ട്. അതായത് എഫിഷ്യൻസി ഓഫ് ജുഡീഷ്യറി ഭയങ്കര പൂറാണ് ഇൻ റിയാലിറ്റി. അപ്പം കുറേ പെൻഡിങ് കേസസ് ഉണ്ട്, കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം നമ്പർ ഓഫ് അഡ്വക്കേറ്റ്സ് കുറവാണ്, സെക്സ് റേഷ്യോ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ അഡ്വക്കേറ്റ്സ് കുറവാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ജുഡീഷ്യറിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോഴേക്കും. ഓക്കെ, ഒരു ആളുടെ പേഴ്സണൽ ലിബർട്ടിയും നാഷണൽ ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ജുഡീഷ്യറിയുടെ ഇൻഎഫിഷ്യൻസി അവിടെ ഒരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പബ്ലിക് അവയർനെസ് ആൻഡ് അഡ്വക്കേസി. അപ്പോൾ എഡ്യൂക്കേറ്റിംഗ് സിറ്റിസൺസ് അബൌട്ട് ദെയർ റൈറ്റ്സ് ആൻഡ് ജുഡീഷ്യൽ പ്രോസസ്സസ് അവൈലബിൾ ടു പ്രൊട്ടക്ട് ദീസ് റൈറ്റ്സ് ക്യാൻ എംപവർ ഇൻഡിവിജ്വൽസ് ടു സീക്ക് റീഡ്രസ് ആൻഡ് ഹോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്കൗണ്ടബിൾ. ഓക്കെ, ഇപ്പോൾ മോസ്റ്റ് കേസസിൽ ഒരാളുടെ പേഴ്സണൽ റൈറ്റ് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ UPSC സർക്കിളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയും ആർട്ടിക്കിൾ 21 പറ്റിയൊക്കെ അറിയായിരിക്കും. പക്ഷേ ഒരു കോമൺ മാൻ്റെ കേസിൽ അവർക്ക് ഇങ്ങനത്തെ റൈറ്റ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നൊന്നും അവർക്ക് അറിയണമെന്നില്ല. അപ്പോൾ ആ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ആ ഒരു ലിറ്ററസി ഇവരിലോട്ട് എത്തിക്കുക. ഇപ്പോൾ സുപ്രീം കോർട്ട്സ് റോൾ ആസ് എ കസ്റ്റോഡിയൻ ഓഫ് ലിബർട്ടീസ് ഈസ് വൈറ്റൽ ഇൻ മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് പവർ ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ബൈ റീഇൻഫോഴ്സിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഫെയർ ട്രയൽ ആൻഡ് ജസ്റ്റിസ്, ദ കോർട്ട് നോട്ട് ഓൺലി പ്രൊട്ടക്ട്സ് പേഴ്സണൽ ഫ്രീഡംസ് ബട്ട് ഓൾസോ സ്ട്രെങ്തൻസ് ദ ഡെമോക്രാറ്റിക് ഫാബ്രിക് ഓഫ് ദ നേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും അല്ലെ ജുഡീഷ്യറിയും ഡെമോക്രസി അങ്ങനെയുള്ള ലിങ്കുള്ള ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ഈ ഒരു ടേം ഉണ്ടല്ലോ, പ്രൊട്ടക്ട്സ് പേഴ്സണൽ ഫ്രീഡംസ് ബട്ട് ഓൾസോ സ്ട്രെങ്തൻസ് ദ ഡെമോക്രാറ്റിക് ഫാബ്രിക് ഓഫ് ദ നേഷൻ, ഈ ഒരു ടേം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. അതൊരു എക്സ്ട്രാ പോയിൻ്റ് ആണ്. എക്സ്ട്രാ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു നിങ്ങളുടെ ആൻസറിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഓക്കെ, കണ്ടിന്യൂഡ് വിജിലൻസ് ആൻഡ് പ്രൊആക്റ്റീവ് ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻസ് ആർ എസെൻഷ്യൽ ഫോർ സേഫ് ഗാർഡിംഗ് സിവിൽ ലിബർട്ടീസ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ എൻക്രോച്ച്മെൻറ്റ്സ് ബൈ സ്റ്റേറ്റ് മെക്കാനിസംസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ ഓക്കസ് എന്ന് പറയുന്ന ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് 2021 എസ്റ്റാബ്ലിഷ് ആയ ഒരു പാർട്ട്ണർഷിപ്പാണ്. ഇതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഉണ്ട്, യുണൈറ്റഡ് കിങ്ഡം ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറയാം. 2021 നമുക്കറിയാം അഫ്ഗാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഇവരിങ്ങനൊരു ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണ് ഓസ്ട്രേലിയ, US ആൻഡ് UK. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ഡീലാണ്. ഓക്കെ, ന്യൂക്ലിയർ സബ്മറൈൻ ഡീൽ ആക്ച്വലി ഓസ്ട്രേലിയ ഡീസൽ ഇലക്ട്രിക് പവേർഡ് സബ്മറൈൻസിൻ്റെ ഓർഡർ ഫ്രാൻസുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് വന്നപ്പോഴേക്കും അത് ക്യാൻസലാക്കിയിട്ട് ഇവർ US ന്യൂക്ലിയർ സബ്മറൈൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അവിടെ ഇന്ത്യ ഒരു മീഡിയേറ്ററായിട്ട് വരികയും ഫ്രാൻസും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഇഷ്യൂ സോൾവ് ആക്കുകയും അങ്ങനെയൊക്കെ ഒരു സിനാരിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ആസ്പെക്ട് ഓഫ് ഓക്കസ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് US ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജി ടു ഓസ്ട്രേലിയ, മാർക്കിംഗ് എ മേജർ ഷിഫ്റ്റ് ഇൻ റീജിയണൽ മിലിറ്ററി ഡൈനാമിക്സ്. അപ്പം നമുക്കറിയാം എന്തുകൊണ്ടാണ് ഓക്കസ് എന്ന് പറയുന്ന ഒരു ട്രൈലാറ്ററൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്കറിയാം. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ റീജിയനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ആക്കുവാണ്, ഓസ്ട്രേലിയനെ പ്ലെയർ ആക്കുവാണ് ആ ഒരു ന്യൂക്ലിയർ ഡീലിലൂടെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സബ്മറൈൻ ഡീലിലൂടെ നടക്കുന്നത്. അപ്പം ന്യൂക്ലിയർ സബ്മറൈൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ന്യൂക്ലിയർ സബ്മറൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ് ആണെങ്കിൽ അവർക്ക് ബാറ്ററി മാറാനായിട്ട് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്, ഷോറിലോട്ട് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്. പക്ഷേ അതേസമയം ന്യൂക്ലിയർ പവർഡ് ആയിട്ടുള്ള സബ്മറൈൻസ് ആണെങ്കിൽ ഇവർക്ക് ലോങ് റേഞ്ച് ആണ്. ഒരു 10 വർഷം 15 വർഷത്തേക്കൊന്നും
പിന്നെ റീഫ്യൂൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവർക്ക് ലോങ് റേഞ്ച് ഏത് ടെറിട്ടറീസിലോട്ടും വാട്ടർ ബോഡീസിലോട്ടും പോകാനായിട്ട് ഈ ഒരു സബ്മറൈന് പറ്റും. അപ്പോൾ ഇവരുടെ നേവൽ കേപ്പബിലിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ന്യൂക്ലിയർ സബ്മറൈൻസിന് കുറച്ചുകൂടെ ഒരു എഡ്ജ് ഉണ്ട്. ഓക്കെ, അലയൻസ് മീൻസ് ടു കൗണ്ടർ ചൈനാസ് ഗ്രോയിങ് അസർട്ടീവ്നെസ് ഇൻ ദ സൗത്ത് ചൈന സീ ആൻഡ് ഇൻവോൾവ്സ് കോപ്പറേഷൻ ഇൻ എമർജിംഗ് ടെക്നോളജീസ് സച്ച് ആസ് AI, ക്വാണ്ടം ടെക്നോളജീസ് ആൻഡ് അണ്ടർ സീ കേപ്പബിലിറ്റീസ്. ഓക്കെ, അപ്പം കൺസേൺസ് റിലേറ്റഡ് ടു ഓക്കസ് ഗ്രൂപ്പിംഗ്സ് ഫോർ ഏഷ്യ എന്താണ്? ഒന്ന് റീജിയണൽ സെക്യൂരിറ്റിയാണ്. ഓക്കസ് ഈസ് പെർസീവ്ഡ് ആസ് എ ചാലഞ്ച് ഫോർ റീജിയണൽ സെക്യൂരിറ്റി എസ്പെഷ്യലി ബൈ China, involves sharing sensitive defense technologies, raising concerns about altering the strategic balance in Asia. But diplomatic implications are countries like India, Japan, South Korea view AUKUS as a potential diplomatic setback. These nations might be sidelined, reducing their influence in regional matters. ഈ നോൺ പ്രൊലിഫറേഷൻ്റെ ഇമ്പാക്റ്റ്, നോൺ പ്രൊലിഫറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂക്ലിയർ പവറിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജി ടു ഓസ്ട്രേലിയ റേസസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് നോൺ പ്രൊലിഫറേഷൻ എഫേർട്സ്. കൺസേൺസ് എക്സിസ്റ്റ് ദാറ്റ് ദിസ് കുഡ് സെറ്റ് എ പ്രസിഡൻറ്റ് ടു ദ കൺട്രീസ് ടു പെർസ്യൂ ന്യൂക്ലിയർ. അതായത് ബാക്കി കൺട്രീസിനും കൂടി ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് പെർസ്യൂ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, എക്കണോമിക് കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എക്കണോമിക് ഇമ്പാക്ട്സ് ഓൺ കൺട്രീസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഡിഫൻസ് ഇൻഡസ്ട്രീസ് ലൈക്ക് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മൾ ഓൾറെഡി ഒരു ന്യൂക്ലിയർ സബ്മറൈൻ കേപ്പബിലിറ്റി ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തതാണ്. അരിഹന്ത്, INS അരിഹന്ത് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തതാണ്. നമ്മൾക്കും ന്യൂക്ലിയർ സബ്മറൈൻ പ്രോഗ്രാംസും ഉണ്ട്. ഓക്കെ, അപ്പം അതേസമയം US പോലത്തെ ഒരു കൺട്രിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഡീലായിരിക്കും ചിലപ്പം ഓസ്ട്രേലിയക്ക് US നിന്ന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എക്കണോമിക് കോൺസിക്വൻസസ് ഉണ്ട്. ഇൻക്രീസ് കോമ്പറ്റീഷൻ ഇൻ ഡിഫൻസ് മാർക്കറ്റ്സ് പർട്ടിക്കുലർലി കൺസേണിങ് ഡിഫൻസ് സെയിൽസ് ടു ഓസ്ട്രേലിയ. അപ്പോൾ സ്ട്രാറ്റജിക് കോൺസിക്വൻസ് ഫോർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് ഓസ്ട്രേലിയ, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യ ടു ഡീപ്പൻ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കൊളാബറേഷൻ വിത്ത് ഓസ്ട്രേലിയ കുഡ് എൻഹാൻസ് ഇന്ത്യസ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു റീജിയണൽ പീസ്. അപ്പം ഇതിൽ ബ്രിട്ടൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കസ് എന്ന് പറയുന്നത് UK പ്രൊഫൈല് ഏഷ്യ റീജിയനിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എസ്പെഷ്യലി ആഫ്റ്റർ ബ്രിക്സിറ്റ് പോലത്തെ ഇവൻറ്റിന് ശേഷം UK ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പാണ് ഓക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളെ എങ്ങനെയാണ് സേഫ് ഗാർഡ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ എന്താണ്? ഇന്ത്യ ഷുഡ് എക്സ്പ്ലോർ ടെക്നോളജി ട്രാൻസ്ഫർ കൊളാബറേഷൻ വിത്ത് ഓക്കസ് കൺട്രീസ്. ഫോക്കസ് ഏരിയാസ് ലൈക്ക് മെറിടൈം സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, ഇൻ്റലിജൻസ് ഷെയർ ഒക്കെ ഫോക്കസ് ഏരിയ ആയിരിക്കണം. ഇതിനെ ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ ബാലൻസ് എൻഗേജ്മെൻറ്റ് വിത്ത് ഓക്കസ് ആൻഡ് അതർ കീ പാർട്ട്നേഴ്സ് സച്ച് ആസ് റഷ്യ, ഫ്രാൻസ് ആൻഡ് ജപ്പാൻ. ഞാൻ പറഞ്ഞു ഫ്രാൻസിന് ഒരു കൗണ്ടർ അല്ലെങ്കിൽ അവരുടെ ഡീലാണ് ആക്ച്വലി US കൊണ്ടുപോയത്. അപ്പോൾ ഓക്കസുമായിട്ട് അത്ര നല്ല ബന്ധമല്ല ഫ്രാൻസിനുള്ളത്. അപ്പോൾ അവരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മളെല്ലാവരുമായിട്ട് നല്ലൊരു സിനർജിയിലാണല്ലോ നമ്മൾ പോകുന്നത്. ഓക്കെ, അവോയ്ഡ് സീറോ സം അപ്രോച്ച് ആൻഡ് മെയിൻറ്റെയിൻ സ്ട്രോങ് ടൈസ് വിത്ത് ഓൾ റെലവൻറ്റ് നേഷൻ. അപ്പം സ്ട്രെങ്തനിങ് ദ ക്വാഡ്, അപ്പം വർക്ക് ടുവേർഡ് സ്ട്രെങ്തനിങ് ദ ക്വാഡ് ആസ് എ കൗണ്ടർ ബാലൻസ് ടു ക്വാഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്കറിയാം. അതിനെ ഓക്കസിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് പാരിറ്റി അല്ലെങ്കിൽ ആയിട്ട് ക്വാഡിനെ കൂടി പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. പിന്നെ സ്മോളർ കൺട്രീസ് ഇൻട്രസ്റ്റ് ഓക്കസ് എൻഗേജ്മെൻറ്റ്സിൽ ഉണർത്തേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് CA ബേസ് ചെയ്തിട്ടാണ്. CA ബേസ് ചെയ്തിട്ട് അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ റീസെൻ്റ്ലി 26 ഫ്രം അഫ്ഗാനിസ്ഥാൻ വെയർ ഗ്രാൻഡഡ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അണ്ടർ ദ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019. This marks the first group of Afghan Sikhs to receive citizenship through this act, aimed at providing refuge to persecuted minorities from neighboring countries. Okay, historical background നമ്മൾ നോക്കുവാണെങ്കിൽ അഫ്ഗാൻ സിഖ്സ് ഹാവ് ഫേസ്ഡ് പെർസിക്യൂഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ ലീഡിംഗ് ടു ദെയർ മൈഗ്രേഷൻ ടു ഇന്ത്യ. Okay, many of these individuals have been living in India for several years on long-term visas before applying for citizenship. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് പ്രകാരം സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പ്രകാരം എന്താണ് നോൺ മുസ്ലിം മൈനോറിറ്റീസ് ഹു ആർ ഫ്ലീയിങ് ഫ്രം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് അവർക്ക് റെഫ്യൂജ് കൊടുക്കുന്ന ഒരു ആക്ടായിരുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റ് സിറ്റിസൺഷിപ്പ് ഓഫ് ഹിന്ദുസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാർസീസ് ആൻഡ് ക്രിസ്ത്യൻസ് ഹു എൻറ്റേഡ് ഇന്ത്യ ബിഫോർ December 31st, 2014. ഓക്കെ, അപ്പം സിഗ്നിഫിക്കൻസ് എന്താണ്? ലീഗൽ ആണ്. This event marks the practical implementation of CAA, translating the legislative framework into action. Okay, അപ്പം humanitarian relief and provides a sense of security and belonging for Afghan Sikhs who have been living in uncertainty, assures protection and stability for families who fled
പെർസിക്യൂഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ലീഗൽ ഫ്രെയിമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഫ്രെയിംവർക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്കത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻറ്റഗ്രേഷൻ ആണ്. സിറ്റിസൺഷിപ്പ് എനേബിൾസ് ഓൾ പാർട്ടിസിപ്പേഷൻസ് ഇൻ ഫുൾ പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി, ഫെസിലിറ്റേറ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ. പിന്നെ പൊളിറ്റിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിബേറ്റ് ആൻഡ് കോൺട്രവേഴ്സിയാണ്. കാരണം അതിനകത്ത് പുട്ട് ഫോർവേഡ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്, സെക്യുലറിസം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിൻ അല്ലെങ്കിൽ എല്ലാവർക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെ അവോയ്ഡ് ചെയ്തിട്ട് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് സെക്യുലർ ഫാബ്രിക് ഓഫ് ഇന്ത്യനെ ബാധിക്കുന്നതാണ് എന്നൊക്കെ ഡിബേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ബ്യൂറോക്രാറ്റിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇല്ലസ്ട്രേറ്റ്സ് ദ ബ്യൂറോക്രാറ്റിക് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് ഇൻ പ്രോസസ്സിംഗ് citizenship applications under CAA, highlights the role of central government in implementing these processes. സ്റ്റേറ്റ് ഗവൺമെൻറ് റോള് ഇതിൽ കുറവാണ്. ഓക്കെ, ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്, നെയ്ബറിങ് കൺട്രീസുമായിട്ട് CAA ഒരു വളരെ മോശം ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത് കൺസേണിങ് മൈനോറിറ്റി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അവർക്കൊരു മോശമാണല്ലോ, അതായത് പാകിസ്ഥാനിലെ മൈനോറിറ്റി മിസ്ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ആക്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അങ്ങനെ ഉണ്ട് എന്നൊക്കെ രീതിയിൽ ആണ് ആക്ട് വരുന്നത്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആക്ടിനെ നോക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി വന്ന ന്യൂസിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിനകത്ത് വന്നു, അല്ലെങ്കിൽ ഇത് ഇംപ്ലിമെൻറ്റേഷൻ്റെ എക്സാമ്പിൾ വന്നതുകൊണ്ട് ഞാൻ എടുത്താണ്. ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ക്രൂട്ടനി എന്ന് പറയുമ്പോൾ ആക്ട് ഫേസസ് ലീഗൽ സ്ക്രൂട്ടനി അക്കോർഡിംഗ് ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ CAA ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ആഡ് ചെയ്യാം. ഗ്രാൻഡിങ് ഓഫ് സിറ്റിസൺഷിപ്പ് ടു 20 Afghan Sikhs അണ്ടർ CAA റിഫ്ലെക്ട്സ് ഇന്ത്യാസ് കമ്മിറ്റ്മെന്റ് ടു പ്രൊവൈഡിംഗ് റെഫ്യൂജ് ടു പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ് വൈൽ നാവിഗേറ്റിംഗ് ദ കോംപ്ലെക്സ് ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. As country continues to address these challenges, the implementation of CAA remains a crucial aspect of India's citizenship policy and its humanitarian effort. അപ്പോൾ ഇത് നമുക്കറിയാം, CAA എന്ന് പറയുന്നത് ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും, കാരണം ഇങ്ങനത്തെ സിനാരിയോസ് ഇനിയും വരും. അപ്പോൾ CAA എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. അതിൽ എന്തുകൊണ്ടാണ് അത് കോൺട്രവേഴ്ഷ്യൽ ആയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യൻ റെഫ്യൂജി പോളിസി എങ്ങനെയാണ് എന്നും കൂടി ഒന്ന് നോക്കുക. അതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ യൂറോപ്പിൽ വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇന്ത്യയുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇന്ത്യാസ് വ്യൂ ഓൺ റെഫ്യൂജീസ് എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് ബേസ് ചെയ്തിട്ട് മെയിൻസിൽ ചോദ്യം വരാം. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.